പരിഭവമോ സങ്കടങ്ങളോ പറയാൻ വരുന്നവരെ നിങ്ങൾ ആട്ടിപ്പായിക്കരുത്. അവന്റെ സങ്കടങ്ങൾ അപ്രസക്തമെന്ന് കരുതി അവനെ അവഗണിക്കുകയും അരുത്. അവനൊന്ന് പെയ്യണം. അവന്റെ വിഷമങ്ങളെല്ലാം ഇടിച്ചുകുത്തി ഒന്ന് പെയ്തു തീർക്കണം. കേട്ടിരുന്നാൽ മതി. നിങ്ങൾ കുട പിടിച്ച് നിങ്ങൾ സ്വയം നനയാതിരിക്കരുത്. ഒന്ന് കേട്ടുള്ളൂ. ആ കേൾവി ഒരുപക്ഷെ അവനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരും. ഒരു കാര്യം കൂടി ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നു. നമ്മളിൽ പലപ്പോഴും പങ്കാളികൾ നമ്മളോട്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, സ്ത്രീകൾ നമ്മളോട് അവരുടെ പരിഭവങ്ങളും പരാതികളും വിഷമങ്ങളും ഒക്കെ തുറക്കാൻ വരുമ്പോൾ, ആ സങ്കടപ്പെട്ട് തുറക്കാൻ വരുമ്പോൾ അവർ ഒരിക്കലും നിങ്ങളിൽ നിന്നൊരു പരിഹാരം ആഗ്രഹിക്കാനല്ല ശ്രമിക്കുന്നത്. അവരിൽ പലരും അവർക്കൊന്ന് പറഞ്ഞു തീർക്കാനുള്ള ഒരു ഇടമെന്ന നിലയിലാണ് നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങൾ ഉടൻ തന്നെ പരിഹാരം നിർദ്ദേശിച്ച് അവരെ കൊച്ചാക്കരുത്. അവർക്ക് വേണ്ടത് നല്ല കേൾവിക്കാരെയാണ്. മാനം മൂടി നിൽക്കുന്ന മനസ്സിൽ മഴവില്ലു തെളിയിക്കാൻ നിങ്ങളുടെ ക്ഷമയ്ക്ക് സാധിക്കും. നല്ല കേൾവിക്കാരായി മാറുന്നതിലൂടെ നാം മറ്റൊരാളുടെ ജീവിതത്തിൽ വെളിച്ചമായി തെളിച്ചമായി മാറുകയാണ്.